ഞാൻ ജസ്റ്റിൻ മത്യാസ്. നമ്മൾ പല വീടുകളിലും നമ്മൾ പല വീടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കുന്ന വീട് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീടാണ്. നമുക്ക് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് റിലാക്സ് ഫീൽ ചെയ്യണം. അങ്ങനെ ഏറ്റവും നല്ലൊരു കംഫർട്ട് സോൺ നമ്മുടെ വീടായിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വീടെന്ന് പറയുന്നത് ചുമ്മാ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ വേറൊരു കോൺക്രീറ്റ് സൗധോ ഒന്നും ആവാതെ നമുക്കൊരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു എപ്പോഴും ഒരു കംഫർട്ട് സോൺ തരുന്നൊരു വീടായിരിക്കണം. അപ്പോൾ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് തികച്ചും ഒരു പ്രകൃതിയുമായിട്ട് കണക്റ്റ് ചെയ്ത് ഏറ്റവും നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഒരു കുളിർമ ഫീൽ ചെയ്യുന്ന ഒരു റിലാക്സ് മൂഡ് കിട്ടുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ ഓണർ സദ്ദേൻ ഡിസൈൻസിൻ്റെ ഓണറായി കഴിഞ്ഞാൽ അനിൽ സാറിൻ്റെ വീടാണ്. അനിൽ സാർ ഏകദേശം നമുക്ക് പേഴ്സണലി അനിൽ സാറിനെ അറിയാം. അനിൽ സാർ നമ്മുടെ റെഗുലർ ക്ലയൻ്റാണ്. ഏകദേശം ഒരു 160 കൂടുതൽ വീട് സാറ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആളുടെ മകൾ ആർക്കിടെക്റ്റാണ് ഫിൽഡ് അനിൽ. ആളും കൂടി നിന്നിട്ട് മെയിനായിട്ട് ആളുടെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തേക്കണേ. ആളുടെ മകൾ കൂടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ നിങ്ങൾ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ അറിയാം. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീനിഷാണ്. അതിനെല്ലാം കറക്റ്റ് കളർ കോമ്പിനേഷനിലാണ് ഗാർഡനും മറ്റു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൂടാണ്ട് ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മിനിമലൈസർ വെച്ചാൽ എന്താണെന്നും മിനിമലൈസറിൻ്റെ ബ്യൂട്ടി എന്താണെന്നും ആ ഒരു കളർ കോമ്പിനേഷനിലെ നാച്ചുറൽ ബാലൻസിങ് എന്താണെന്നും അതിൻ്റെ ഒരു മിക്സിങ്ങും കറക്റ്റായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു വീടാണത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഫിൽഡായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് ഫിൽഡ് അനിലിനെ പരിചയപ്പെടാം. ഹായ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ വീടിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ടല്ലോ ഈ വീടിന്. ഓക്കെ, കാരണം ഒരു പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഫിൽഡ് ഡിസൈൻ ചെയ്യുന്ന വീടുകളിൽ ഫിൽഡ് എന്താണ് മെയിനായിട്ട് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്? ആക്ച്വലി ഒരു ട്രഡീഷണൽ ടച്ചാണ് എല്ലാ വീടുകൾക്കും ട്രൈ ചെയ്ത് നോക്കാറ്. അതായത് മോഡേൺ സ്പേസിൻ്റെ ഒപ്പം തന്നെ ഒരു ട്രഡീഷണൽ ടച്ച് കൊണ്ടുവരാം. അത് എത്രമാത്രം മിനിമലിസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിനെങ്ങനെ ഓപ്പണിംഗ് സ്പേസ് എല്ലാ സ്പേസും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഒരു ഹൗസ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു ഹോമിലേക്കായിട്ട്. ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഹോം എന്ന് പറയുമ്പോൾ ഓരോ സ്പേസിനും ക്വാളിറ്റി വരുന്നുണ്ട്. ഓരോ സ്പേസിൽ നമുക്ക് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യും ഇന്ന സ്പേസിലിരിക്കുക. അപ്പോൾ അത് നമ്മൾ ഒരു ക്ലയൻറ്റിനെ മനസ്സിലാക്കുമ്പോൾ അവർ ഏത് സ്പേസ് യൂസ് ചെയ്യുമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വീടും പണിയുന്നത്. ഇപ്പോൾ ഇത് ഞങ്ങളുടെ സ്വന്തം വീടായതുകൊണ്ട് ഞങ്ങൾക്കറിയാം എവിടെയൊക്കെ ഏതൊക്കെ യൂസാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സ്പേസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. ഇപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗെദർ ഒരു വർഷം എത്ര ടൈമിൽ വരും, അപ്പോൾ ആ ഏത് സ്പേസ് ആ ടൈമിൽ കൂടുതൽ യൂസ് ചെയ്യുന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഗാർഡൻ സ്പേസിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു വീട് ഡിസൈൻ ചെയ്യുന്ന അത് എത്ര സെൻറ്റിലാണ് അല്ലെങ്കിൽ എത്ര ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ ചുറ്റുവട്ടുള്ള അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? ഒരു സൈറ്റ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കോണ്ടെക്സ്റ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ പ്ലാൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഷെയ്ഡ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ബിൽഡിങ്ങിലേക്ക് എന്തുമാത്രം അതിൻ്റെ എഫക്റ്റ് കൊണ്ടുവരും എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്പേസ് നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാൻ പറ്റും. അതിപ്പോൾ ഗാർഡൻ സ്പേസിലാണെങ്കിലും അത് ബിൽഡിങ്ങിൻ്റെ ഡിസൈനിലാണെങ്കിലും അത് കൊണ്ടുവരാൻ പറ്റും. ഈ നമുക്ക് ഇപ്പോൾ വീട് പണിയുമ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ശരിക്കും ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീടിൻ്റെ കഴിഞ്ഞു, അതിൻ്റെ എലിവേഷനൊക്കെ തീർന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഗാർഡനിൽ അപ്പുറമായിട്ട് ആ പ്ലാന്റുകൾക്കും കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. വീട് പണിയുടെ അത്രയും തന്നെയാണോ, എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്? നമ്മൾ പേഴ്സണലി അത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ചില ക്ലയൻസ് കൂടുതലും വീടുകൾ മാത്രം മതി എന്നുള്ള രീതിയിൽ വരാറുണ്ട്. ഗാർഡൻ സ്പേസ് എപ്പോഴും ലാസ്റ്റായിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മളൊരു വീട് പണിയുമ്പോൾ ആ ഗാർഡൻ സ്പേസ് ആദ്യം നമ്മൾ കാണണം. നമ്മുടെ ആ ഗാർഡൻ സ്പേസ് എങ്ങനെ വരും, എവിടെയൊക്കെ ഏതൊക്കെ ചെടികൾ വരും, അല്ലെങ്കിൽ എന്തോരം ഗ്രീനറി ആ ബിൽഡിങ്ങിലേക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുതലും കാരണം ഒരു വീടിന് ഏറ്റവും ഭംഗി കൊടുക്കുന്നത് ആ ഒരു ഗാർഡൻ സ്പേസ് തന്നെയാണ്. ഗ്രീനറി മാക്സിമം നമ്മൾ കയറ്റും തോറും നമ്മുടെ വീടിൻ്റെ ഭംഗി മൊത്തം മാറും. നമ്മളിപ്പോൾ 3D എലിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലത്രയും ഒരു ഗാർഡൻ സ്പേസ് എന്ന് കൊടുക്കുന്നത് ഒരു ആ വീടിൻ്റെ ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് കാണാൻ മാത്രം. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ വളർത്തിയെടുത്ത് അത് നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും.
ഇത് ശരിക്കും ഒരു നമ്മുടെ ഈ ഒരു സാധാരണ ഇപ്പോൾ ഇതൊരു ഡ്രൈ ലാൻഡിൽ നിന്ന് നമ്മൾ ഒരു ചിന്തയും അതിനകത്തുള്ളൊരു മൂഡും അല്ലാണ്ട് ഇങ്ങനെ ഒരു ഗ്രീനിൽ വരുമ്പോഴും അത് രണ്ടും അതിന് താമസിക്കുന്ന ക്ലയൻറ്റിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിൽ വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു മൂഡിനെ അഫക്റ്റ് അത് നല്ലോണം എഫക്റ്റ് ചെയ്യും. ഗ്രീൻ സ്പേസ് എപ്പോഴും നമുക്കൊരു കാം ആൻഡ് ഹാപ്പിനെസ് ആയിരിക്കും തരുന്നത്. അല്ലാതെ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ മൂഡ് സ്വിങ്സും മാറും. അതായത് പല രീതിയിലും സൈക്കോളജിക്കലി അതും നല്ലോണം വ്യത്യാസം വരും. നമുക്കിപ്പോൾ വീടെന്ന് പറയും നമ്മൾ എവിടെ പോയാലും നമ്മൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ വീട്ടിലെ ഓരോ സ്പേസിലും ഗ്രീൻ ഒരു പ്ലാന്റ് കൊണ്ടുവരാണെങ്കിൽ അത് നല്ല ചേഞ്ച് വരുത്തും. നമ്മുടെ മൈൻഡിനെ ആണെങ്കിലും മൊത്തത്തിൽ നമ്മുടെ വർക്കിനെയും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെല്ലാം അത് വ്യത്യാസം വരുത്തും. ഈവൻ ഒരു ഹൗസ് വൈഫായിട്ടുള്ള ഒരു അമ്മേനെ ആണെങ്കിലും ഒരു സ്ത്രീനെ ആണെങ്കിലും അത് നല്ല ഡിഫറൻസ് വരുത്തും. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഗാർഡനൊക്കെ നോക്കുമ്പോഴായാലും നമ്മളിപ്പോൾ ഈ കളറുകളുടെ ഒരു കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് വരുമ്പോഴായാലും ഇപ്പോൾ ടെർമേനയുടെ തന്നെ 2 കളേഴ്സ് വരുന്നു. ഇപ്പുറത്ത് ഗോൾഡൻ ബാമ്പോ എന്നാണ്, ഇപ്പുറത്ത് കലാത്തിയ ചേമ്പ്, ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണം. ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഇതിനെല്ലാത്തിനും നോക്കുകയാണെങ്കിൽ പല നാച്ചുറൽ കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കളറുകൾ ഈ വീടിൻ്റെ അകത്തും ഓൾമോസ്റ്റ് നാച്ചുറൽ കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു അട്രാക്റ്റീവായ കളേഴ്സ് ഭയങ്കര കുറവാണ്. ഒരു കണ്ടംപററി ടച്ചിലേക്കുള്ളൊരു കളേഴ്സ് ഭയങ്കര കുറവാണ്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമാണ് ചില പോർഷനിൽ മാത്രമേ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ്, ഭയങ്കര കാമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പുറത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു എവർഗ്രീനാണ്. എപ്പോഴും എലിവേഷൻ മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? ഓരോ 6 മാസം ഓരോ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴും ഇതിൻ്റെ ഭംഗി കൂടുന്നു തോന്നുന്നു നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ആയാലും എക്സ്റ്റീരിയറിൻ്റെ ആയാലും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? ആ ടൈമിലെ ട്രെൻഡാണോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കോസ്റ്റ് കൂടിയതാണോ? എങ്ങനെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്, നമ്മുടെ വിഷൻ എങ്ങനെയാണ്? ട്രെൻഡ് ബേസ്ഡ് ആയിട്ടല്ല, ട്രഡീഷണൽ ടച്ച് എപ്പോഴും എത്ര വർഷം കഴിഞ്ഞാലും അത് നിലനിൽക്കും. അപ്പോൾ ഇപ്പോൾ മോഡേൺ ഇത് നോക്കിക്കഴിഞ്ഞാൽ മോഡേണിറ്റി ഇതിലുണ്ട്, ഇല്ലയെന്ന് പറയില്ല. ട്രഡീഷണൽ ടച്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുമുണ്ട്. അപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ട്രഡീഷണൽ ടച്ചാണ്. ആ ഒരു ടെറാക്കോട്ട കണക്ഷൻ, ടെറാക്കോട്ട കളേഴ്സ്, ആ ഒരു വൈറ്റ് മിനിമലിസ്റ്റ്, ആ ഒരു ഇതിലാണ്. ട്രെൻഡിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ആ ഒരു ട്രഡീഷണൽ. അത് ഇന്ന് നിലനിൽക്കും. ഏതൊക്കെ മോഡേൺ ഡിസൈൻസ് വന്നാലും ആ ഒരു ട്രഡീഷണൽ ടച്ച് എപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് മാക്സിമം കൊണ്ടുവരാനാണ് ശ്രമിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് മെറ്റീരിയലിലാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൈൽ സെക്ഷനിലാണെങ്കിലും, മൊറോക്കോ എന്ന് പറയുന്നത് പണ്ട് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പണ്ടത്തെ വീടുകളിൽ യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അതൊരു ടൈം ആയപ്പോൾ അത് മാഞ്ഞു പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ട് വരാം. അപ്പോൾ എന്നും ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന, അതായത് ആ ട്രെൻഡ് പോവില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന ചില മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ അത് കൂടുതൽ ഈ ബിൽഡിങ്ങിലേക്ക് യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മൊറോക്കൻ ടൈൽസ് ഒരു ഫാക്ടറായിട്ട് ഇത് ഈ വീടിൻ്റെ ഒരു ഭംഗിയായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ വരുന്ന അപ്കമിങ് പ്രോജക്ട്സിലായാലും ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോൾ വീഡിയോ പണിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴും ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ചില കോൺട്രാക്ടേഴ്സൊക്കെ വന്നിട്ട് എന്താണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട്, ട്രെൻഡ് ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ചോദിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ളൊരു വിഷൻ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി നമ്മൾ ഡിസൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസൈൻ ക്ലയൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അതായത് നമ്മുടെ ഒരു വ്യൂ ഓഫ് പോയിന്റ് ഉണ്ടല്ലോ, നമുക്കൊരു സ്പേസ് എങ്ങനെ വരണം എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് എല്ലാ ക്ലയൻറ്റ്സും അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അവർക്ക് അവരുടേതായ ചിന്താഗതികളുണ്ടാവും. നമ്മൾ നമ്മുടേതായ എല്ലാ കാര്യങ്ങളും, എല്ലാ സൈഡ്, ഈവൻ ടൈലാണെങ്കിലും ഇപ്പോൾ ഒരു ഗ്ലോസി, പണ്ട് കാലത്ത് കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഗ്ലോസിയാണ്. പക്ഷേ ഇന്ന് കുറേ ക്ലയൻറ്റ്സ് മാറ്റിലേക്ക് പോകുന്നുണ്ട്, ആൻഡ് റോക്ക് ടെക്സ്ചർ വരുന്ന ടൈലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം ക്ലയൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് കൂടുതലല്ലാതെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു എവർഗ്രീനായി നിലനിൽക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടൈലിൻ്റെ ടെക്സ്ചേഴ്സ് അത് നമ്മൾ ഓരോ ക്ലയൻറ്റിനും പറഞ്ഞു കൊടുക്കും. പിന്നെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടമാണ് അത് എടുക്കുക എന്നുള്ളത്. നമ്മൾ മാക്സിമം എങ്ങനെ ഒരു വീടിനെ നന്നാക്കാം എന്നുള്ള രീതിയിൽ ക്ലയൻറ്റിന് ആ ഓരോ ഡിസൈനും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ വീട് വരച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ലയൻറ്റ് ഇപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ആളുടെ ഇഷ്ടം അനുസരിച്ച് എന്തെങ്കിലും കളറുകളോ അല്ലെങ്കിൽ കോമ്പിനേഷൻസോ ചിലത് നന്നാവാം, ചിലത് മോശമാവാറുണ്ടോ? അങ്ങനെ
ചിലത് മോശമാവാറുണ്ട്. അതായത് നമുക്ക് കാണുമ്പോൾ വളരെ മോശമായെന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ പറയാറുണ്ട്. അത് മാക്സിമം മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതായത് ചില വീടുകൾ കുറച്ച് കണ്ടംപററി വരുമ്പോൾ കുറച്ച് ഡാർക്ക് കളേഴ്സ് ചിലവർ പറയും. അത് ബെഡ്റൂംസിനാണെങ്കിലും ഇപ്പോൾ തീരെ ചെറിയ ബെഡ്റൂംസിന് വളരെ ഡാർക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇടുങ്ങിയ ഫീലാവും. അപ്പോൾ ചില ക്ലയൻസിന് അത് മനസ്സിലാവണം എന്നില്ല. അപ്പോൾ ബെഡ്റൂംസിന് ഇപ്പോൾ അങ്ങനെ അവർ വാശി പിടിക്കുകയാണ്, ഇങ്ങനെ ഡാർക്ക് കളേഴ്സ് വേണമെന്ന് അവർ വാശി പിടിക്കുമ്പോൾ നമ്മളങ്ങനെ പറയും, ആ ഒരു ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ ആ സ്പേസ് ഭയങ്കരമായിട്ട് മാറും. അതിന് പകരം ലൈറ്റോ വാം ആയിട്ടുള്ള കളേഴ്സോ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നും. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ചില ക്ലയൻസിന് അത് ഉൾക്കൊള്ളാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ ഗൈഡ് ചെയ്യാറുണ്ട്, ഇന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന്. ഇപ്പോൾ സാധാരണ ഡിസൈൻസ് ഇപ്പോൾ ഏകദേശം എത്ര വർക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു 160 എത്ര വർക്കുകളായിട്ട് ഫില്ലയുടെ ഒരു ഞാനിപ്പോൾ ഒരു 3 years ആയിട്ടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു 4 റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഫാദറായിട്ടാണ്. എത്ര വർഷമായി? ഞാനിപ്പോൾ 3 years ആയിട്ട്. ഫാദർ ഇപ്പോൾ ഒരു 30 years ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം സദേൺ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 30 years ആയി. പിന്നെ അതിന് മുന്നേ ഫാദർ ഒരു 3 years വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസൈൻസും എക്സിക്യൂഷനും ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഈവൻ നമ്മൾ പെർമിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, പെർമിറ്റ് തൊട്ട് കംപ്ലീഷൻ നമ്പർ എടിയിക്കുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മുടെ കമ്പനി ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമറും നമ്മുടെ ഒരു ഒരു കെമിസ്ട്രി പ്രാധാന്യമാണോ? അതെ, വളരെ പ്രാധാന്യമാണ്. നമ്മളിപ്പോൾ ക്ലയൻസ് ആർക്കിടെക്ട്സിനെ ഇപ്പോൾ ഫീൽഡ് ആർക്കിടെക്റ്റാണല്ലോ, ഇപ്പോൾ ഫീൽഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കിട്ടുമ്പോൾ ഫീൽഡിലേക്ക് കറക്റ്റായിട്ട് കെമിസ്ട്രി ഉള്ള അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ട്, എന്തെങ്കിലും പറയുന്നുണ്ട്? ഒരാൾ ആർക്കിടെക്ട്സിനെ അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ്? ആർക്കിടെക്ട്സിനെ കുറച്ച് നാൾ മുന്നേ വരെ ആർക്കിടെക്ട്സിനെ ഭയങ്കരമായിട്ട് ഒഴിവാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. കൂടുതലും സിവിൽ ടൈപ്പിലേക്കാണ് പോവാറ്. ആർക്കിടെക്ട്സിൻ്റെ അവരുടെ വർക്ക് അവരുടെ പേയ്മെൻറ്റ് ഫീസിൻ്റെ ആണോ എന്നറിയില്ല, അതൊരു അവരെ ഒരു ഒഴിവാക്കുന്ന രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ക്ലയൻസ് ആർക്കിടെക്ട്സിനെ തന്നെ തപ്പി പോവാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ഹൗസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഹോമിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ക്ലയൻസും അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ക്ലയൻറ്റും ഓരോ ആർക്കിടെക്ട്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. അതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ ഒരു ക്ലയൻറ്റിനെ കിട്ടി. ഇപ്പോൾ നമ്മുടെ ഓരോ ആർക്കിടെക്റ്റിന് ഓരോ സ്റ്റൈൽ ഓഫ് ഡിസൈനിങ് ആയിരിക്കും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലയൻറ്റിനെ കിട്ടിയില്ലെങ്കിൽ ആ ഒരു വർക്കും നമുക്കൊരു ആ ആർക്കിടെക്റ്റ് വിചാരിക്കുന്ന രീതിയിൽ അത്രയും ഭംഗിയായിട്ട് ആ വർക്കിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെയും ആർക്കിടെക്റ്റിൻ്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് സ്റ്റാർട്ടിങ് മുതൽ ലാൻഡിൻ്റെ സൈറ്റ് സ്റ്റാർട്ട് മുതൽ കംപ്ലീഷൻ വരെ നമ്മളൊരു ആർക്കിടെക്റ്റ് ഒരു വീട് ഒരു പബ്ലിക്കലി അത് പ്രസൻറ്റ് ചെയ്യുന്നത് വരെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോ ഫീച്ചേഴ്സിനും അവിടുത്തെ ഫർണിച്ചർ ആണെങ്കിലും കർട്ടൻ ആണെങ്കിലും എല്ലാത്തിനെയും അത് എഫക്റ്റ് ചെയ്യും ഇഫ് നല്ലൊരു കെമിസ്ട്രി ഇല്ലെങ്കിൽ.